അതെ, ഇന്നത്തെ എൻ്റെ മോർണിംഗ് ഡ്യൂട്ടിക്ക് വന്ന റുട്ടീൻ കാണിക്കാൻ കേട്ടോ. ഏകദേശം 4-4:30 എണീക്കും. 5-5:30 ഞാൻ റെഡി ആയിട്ട് ഇറങ്ങും കേട്ടോ. കാരണം ബസ്സിൻ്റെ ടൈമിങ് നമുക്ക് പറയാനൊക്കത്തില്ല. ചിലപ്പോൾ നേരത്തെ പോവും, ചിലപ്പോൾ കുറച്ച് താമസിച്ചേ വരത്തുള്ളൂ. അപ്പോൾ അതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് നേരത്തെ റെഡി ആയിട്ട് ഇറങ്ങും കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുള്ളത് കൊണ്ടിട്ടും നല്ല ഇരുട്ടാണ് കേട്ടോ. ഹോസ്പിറ്റലിലെത്താൻ ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സിലുള്ള ഹോസ്പിറ്റലിലെത്തും. പിന്നെ അവിടെ ചെന്നാൽ യൂണിഫോം കളക്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ എടുത്ത് ഇട്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ യൂണിഫോം ഉണ്ട്. പിന്നെ ചെന്ന് പഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ചേഞ്ച് റൂമിൽ ചെന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഡ്യൂട്ടിക്ക് കയറും കേട്ടോ. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു. അതെ, ഇന്നത്തെ എൻ്റെ മോർണിംഗ് ഡ്യൂട്ടിക്ക് വന്ന റുട്ടീൻ കാണിക്കാൻ കേട്ടോ. ഏകദേശം 4-4:30 എണീക്കും. 5-5:30 ഞാൻ റെഡി ആയിട്ട് ഇറങ്ങും കേട്ടോ. കാരണം ബസ്സിൻ്റെ ടൈമിങ് നമുക്ക് പറയാനൊക്കത്തില്ല. ചിലപ്പോൾ നേരത്തെ പോവും, ചിലപ്പോൾ കുറച്ച് താമസിച്ചേ വരത്തുള്ളൂ. അപ്പോൾ അതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് നേരത്തെ റെഡി ആയിട്ട് ഇറങ്ങും കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുള്ളത് കൊണ്ടിട്ടും നല്ല ഇരുട്ടാണ് കേട്ടോ. ഹോസ്പിറ്റലിലെത്താൻ ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സിലുള്ള ഹോസ്പിറ്റലിലെത്തും. പിന്നെ അവിടെ ചെന്നാൽ യൂണിഫോം കളക്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ എടുത്ത് ഇട്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ യൂണിഫോം ഉണ്ട്. പിന്നെ ചെന്ന് പഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ചേഞ്ച് റൂമിൽ ചെന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഡ്യൂട്ടിക്ക് കയറും കേട്ടോ. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.